എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരങ്ങളെ കൂപ്പി കണ്ണുകളടച്ച് നമ്മെ തന്നെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാം. ഈ വെള്ളിയാഴ്ച ദിവസം ബലിയർപ്പിക്കുവാനായിട്ട് നാം അണഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ദൈവതിരുസന്നിധിയോട് ചേർത്ത് വയ്ക്കാം. പല പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം നിയോഗങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുന്നു. ദൈവത്തിന്റെ കൃപ അവരിലേക്ക് ഒഴുകിയിറങ്ങുവാനായിട്ട്, ദൈവാനുഗ്രഹ ശക്തിയിൽ അവർ നിറയപ്പെടുവാനായിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ബലിയാണ് ഇത്. ഏറ്റവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ കൂപ്പി പ്രാർത്ഥനകളും ഗാനങ്ങളും ഒക്കെ ഉച്ചത്തിൽ ചേർന്ന് ആലപിച്ച് ഒന്ന് ചേർന്ന് നമുക്ക് ഈ ബലി അർപ്പിക്കാം. കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്നേഹമോടിയാകും
സർവേശ്വരനും സ്തുതിഗീതം. ഭൂമിയിലെന്നും ഭക്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനും സ്തുതിഗീതം. ഭൂമിയിലെന്നും ഭക്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന്റെ മഹത്വപൂർണമായ ഉത്ഥാനം വഴി മനുഷ്യവംശത്തിന് ആനന്ദവും പ്രത്യാശയും നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പാപികളായ ഞങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാരബലി യോഗ്യതയോടെ അർപ്പിക്കാനും അങ്ങയുടെ തിരുക്കുമാരന്റെ ഉത്ഥാനം നിരന്തരം പ്രകീർത്തിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. കർത്താവേ, നിൻ സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നും. അനവധ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന് ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ
എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കരുണയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധ ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായക ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. വെളിപാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത് 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. സിംഹാസനസ്ഥന്റെ വലത്തു കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും ശബ്ദമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ ഞാൻ കണ്ടു. ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്താനും അതിന്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താഞ്ഞതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ. ഇതാ, യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന് 7 കൊമ്പുകളും 7 കണ്ണുകളും ഉണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിന്റെ സപ്താത്മാക്കളാണ്. അവൻ ചെന്ന് സിംഹാസനത്തിന്റെ വലത് കൈയിൽ നിന്ന് ചുരുൾ വാങ്ങി. അവൻ അത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളുമാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിലെത്തിയിരുന്നു. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരും ആക്കി അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. പിന്നെ ഞാൻ സിംഹാസനത്തിന്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേക ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1,000-ങ്ങളുടെ 1,000-ങ്ങളും ആയിരുന്നു. ഉച്ചസ്വരത്തിൽ അവൻ ഉദ്ഘോഷിച്ചു,
കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലും ഉള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നു: ഞാൻ കേട്ടു, സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്ക് സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. 4 ജീവികളും ആമേൻ എന്ന് പ്രതിവചിച്ചു. ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1 വാക്യങ്ങൾ 29 മുതൽ. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു: ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുൻപേ തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്ന താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു: ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്ന നീ കാണുന്നു, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പ്രതീകങ്ങളുടെയും രൂപകങ്ങളുടെയും ഒക്കെ ഒരു സുവിശേഷമാണ്. ഒത്തിരിയേറെ അടയാളങ്ങളും പ്രതീകങ്ങളും ഈ സുവിശേഷത്തിന് നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കുകയാണ്. ഓരോ ദൈവിക സന്ദേശത്തെയും വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുകയാണ്: ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആട്, കുഞ്ഞാടിന്റെ ഒരു പ്രതീകതയാണ് യേശുവിനെ എന്ന് സൂചിപ്പിക്കുന്നത്. നമ്മളൊന്ന് നോക്കിയാൽ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിലും
ഏഷ്യൻ സംസ്കാരത്തിലും യൂറോപ്യൻ സംസ്കാരത്തിലും ഒക്കെ നോക്കിയാലും മിഡിൽ ഈസ്റ്റ് സംസ്കാരത്തിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ആദ്യ കാലഘട്ടം തൊട്ട് ആട് അവരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ആടുകളെയൊക്കെ പരിപാലിക്കുകയും വളർത്തുകയും ഇഷ്ടമൃഗമായിട്ട് സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. വീണ്ടും തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും, യഹൂദരുടെ പെസഹ കർമ്മത്തില് കുഞ്ഞാടിനെ ഉപയോഗിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തമെടുത്താണ് കട്ടിലപ്പടിമേലും മേൽപ്പടിമേലും ഒക്കെ തളിക്കുകയും പുരട്ടുകയും ചെയ്യുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്, ആബേല് ബലി അർപ്പിക്കുന്നത് ആടിനെ ബലി അർപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നു, മോറിയ മലയില് അബ്രഹാം ഇസ്സഹാക്കിന് പകരമായിട്ട് മുള്ളുകൾക്കിടയിൽ കൊമ്പടക്കി കിടക്കുന്ന കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. വീണ്ടും ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് പുറപ്പെടുന്ന മുൻപായി തലേ രാത്രി അർപ്പിച്ച പെസഹ കുഞ്ഞാട് പുറപ്പാടിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 5-ാം വാക്യത്തിലും 12-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിലും നമ്മൾ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, കുഞ്ഞാടിനെ, ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാടിനെ 3 അടയാളങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ലോകത്തിന്റെ പാപം നീക്കുവാനായിട്ട്, മരണത്തെ ഒഴിവാക്കുവാനായിട്ട്, ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. പഴയ നിയമത്തിന് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞാടിനെ ബലി കൊടുക്കുന്നത്. ഒന്നാമതായിട്ട് ലോകത്തിന്റെ പാപം നീക്കുവാനായിട്ട്, രണ്ടാമതായിട്ട് മരണത്തിൽ നിന്ന്, ഇസ്രായേൽ ജനത്തിന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായുള്ള അടയാളമായിട്ട് കുഞ്ഞാടിന്റെ രക്തം, വീണ്ടും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ 3 തരത്തിലുള്ള ബലികളെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുകയാണ്. ദഹന ബലികള്, സമാധാന ബലികള്, പാപ പരിഹാര ബലികള്. ലേവ്യരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യത്തിലൂടെ കണ്ടുമുട്ടുകയാണ് എപ്രകാരമാണ് ഒരു പാപ പരിഹാര ബലി അർപ്പിക്കുന്നത് എന്ന്. പുരോഹിതൻ ദഹിപ്പിക്കുവാനുള്ള ആടിന്റെ തലയില് കൈവച്ച് പ്രാർത്ഥിക്കുന്നു. പുരോഹിതൻ ദഹിപ്പിക്കുവാനുള്ള ആടിന്റെ തലയില് കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അതിനെ ദഹിപ്പിക്കുന്നു, പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട്. അപ്പോഴാണ് ഒരാളുടെ കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. ഇപ്രകാരം പാപപരിഹാര ബലിക്കുള്ള കുഞ്ഞാടിനെ ആയിട്ട് ഈശോയെ സ്നാപക യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, ഈശോനാഥൻ ലോകത്തിന്റെ പാപം നീക്കുവാൻ വേണ്ടിയിട്ട് അവസാനത്തുള്ള രക്തം വരെ ഒരു കുഞ്ഞാടിനെ പോലെ അവിടുന്ന് ബലിയായിട്ട് തീരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ഓരോ ദിവ്യബലിയിലും തമ്പുരാന്റെ തിരുശരീരത്തെയും തിരുരക്തത്തെയുമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. എപ്രകാരം അവൻ ഓരോ ബലിയിലും കാൽവരിക്കുന്നിന്റെ വെരിമാറിൽ അർപ്പിക്കപ്പെട്ട ബലിയുടെ പുനരാവർത്തനം നടക്കുകയാണ്. വീണ്ടും അവൻ ബലിയായിട്ട് അർപ്പിക്കപ്പെടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, പാപത്തിന്റെ ബന്ധനത്തെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ട്, ദൈവത്തിന്റെ കൃപയാല് അനുഗ്രഹത്താല് നിറയപ്പെടുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. ഒരു ക്രിസ്തു ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ എന്ന് പറയുന്ന വ്യക്തി പാപത്തെ വെറുത്തുപേക്ഷിച്ച് ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് തമ്പുരാന്റെ കൃപയുടെ വഴിയിലൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. നമ്മുടെയൊക്കെ ജീവിത യാത്രയിൽ നമുക്കൊന്ന് പരിശോധിക്കുവാനായിട്ട് സാധിക്കണം. എത്രമാത്രം ഈ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ശിഷ്യനും ശിഷ്യയുമായിട്ട് തീരാനായിട്ട് ജീവിതത്തില് സാധിക്കുന്നു. ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് മാറുക, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനോട് എന്റെ ജീവിതത്തെ എനിക്കൊന്ന് ചേർത്ത് വെക്കുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിത യാത്രയില് നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് കണ്ണോടിക്കുവാനായിട്ട് സാധിക്കും. എത്രമാത്രം ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നു.
പാപത്തിന് പരിഹാരവും പൊറുതിയും യാചിക്കുവാനായിട്ട്, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ തിരുത്തുവാൻ, പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം മാത്രമല്ല, മറിച്ച് പാപത്തിൽ വന്നുപോയ വീഴ്ചകൾക്ക് പരിഹാരവും പ്രായശ്ചിത്തവും ചെയ്തുകൊണ്ട് ഒരു ദൈവകൃപയെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മോട് പറയുന്ന അത് തന്നെയാണ്. വിശുദ്ധ കുർബാന ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ത്യാഗത്തിന്റെ ആഘോഷമാണ്. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ത്യാഗത്തിന്റെ ആഘോഷം. ഈ ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ത്യാഗത്തിന്റെ വഴിയിലൂടെ ജീവിതത്തിൽ നടന്ന് ദൈവത്തിന്റെ കൃപയെ സ്വന്തമാക്കി ദൈവാനുഗ്രഹ ശക്തിയാൽ നിറയപ്പെട്ടുകൊണ്ട് അനുനിമിഷം ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാനായിട്ട്. ഈശോയെ ഒന്ന് നോക്കുകയെ, ലോകത്തെ അവൻ സ്നേഹിച്ചിരുന്നത് കൊണ്ട് ലോകത്തിന്റെ പാപത്തിന് മോചനമാകുന്ന കുഞ്ഞാടായിട്ട് മാറാൻ അവന് സാധിച്ചു. അവിടെ ഒരു വലിയ ത്യാഗമുണ്ട്, അവിടെ വലിയൊരു രക്ഷാകര പദ്ധതിയുണ്ട്. നമ്മുടെ ജീവിതത്തിലും നാം ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് ഒരു വിശുദ്ധിയുടെ വഴിയെ നടന്നുകൊണ്ട് ദൈവത്തിന്റെ കൃപയെ സ്വന്തമാക്കുകയും സ്വർഗത്തിന്റെ അവകാശികളായിട്ട് നാം ഓരോരുത്തരും തീരുകയും ചെയ്യും. ഈ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് തീക്ഷണമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ ഉദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിഹാസത്തിന്റെ അടയാളമായിരുന്ന പുരുഷനെ ഉദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തി കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുശാസനങ്ങളോടുകൂടെ കുരിശിൽ തറയ്ക്കാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തെയും ഔന്നനീയമായ സൗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവനം ഞങ്ങൾ നിറയ്ക്കണം. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാരുണ്യകത തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ചകണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവയ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രിക സ്നേഹമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യമദൃശ്യമായ സകല വിപത്തുകളെ സംരക്ഷിക്കണമേ. ഭക്തിയോടും സ്തുതിയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ഭാഗ്യ ശുശ്രൂഷയെ ഞങ്ങൾ എല്ലാവരെയും ദയാപുറം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്നങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദൂഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. മാമോദിസ
മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാറിയ യോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകളുടെ രക്തസാക്ഷികളെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നല്ല സുദീർഘമായ ദാനം വഴി ദൈവമഹത്വത്തോടെ ഏർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശുദ്ധനായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസൃഷ്ടിക്കും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യവും പിതാവിനോടുള്ള ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈന്യവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനവും മാമോദിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആദരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരൻ കുർബാനയുടെ കരങ്ങളുടെ പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ.
ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതിമണിക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിനകത്ത് ശുശ്രൂഷരാകുവാൻ എല്ലാവരും ഭാവികളുമായി ഞങ്ങളെ കാരുണ്യത്തെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്ഥിതി പറിച്ച വിശ്വാസം പരികരണം ചെയ്യുവാൻ അത് ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ നിന്ന് കർത്താവിൽ നിന്ന് പറയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അന്വേഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭക്തിജനകമായ രഹസ്യങ്ങൾ കുസാദ് ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമേറിന്റെ ആരാധ്യമായ നാമം എല്ലാ ദുരങ്ങളും സ്തുതിയും എല്ലാ നാവുകളും നികർന്ന് എല്ലാ സൃഷ്ടി നമുക്ക് വിഷയം അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും സകലത്തെയും അവിടെ സൃഷ്ടിക്കുക മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിരായിരങ്ങളും അലകടപതിനായിരങ്ങളും മുഖത്തിനങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ കൃപന്മാരും സഭന്മാരും ചേർന്ന് നാഥനാംഗീകർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ഛസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. പരിശുദ്ധ
കൃത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ബലഹീനമാകുലമായ ദാസ അവിടെ നാം ഒരുമിച്ചുകൂടെ ലക്ഷ്യയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നതിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശ്വരനിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവ് എന്ന് പ്രകാശിക്കാൻ കഴിയാത്തത് അത്ര വലിയ അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവന പങ്കാളികൾ സ്വഭാവം സ്വീകരിക്കുകയും മതപരിശോധന സൗന്ദര്യം മുതലായ നശിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചുള്ള പ്രത്യേക പ്രകാശം നൽകി ഞങ്ങളുടെ പരാജയങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്തെ മാത്രം അണിയിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രികസഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മുതലാപോലെത്തായിരിക്കും എല്ലാ രൂപതാധ്യക്ഷന്മാർക്കും മുദ്രാന്മാർക്കും വേണ്ടി പുരോഹിതന്മാർ ശംശാനമാ സമർപ്പിതന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കും എഴുതുകാരൻ എന്നിവർക്കും വിശുദ്ധോലിക സഭ മുഴുവനും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സിഹന്മാരുടെയും സാക്ഷ്യന്റെ മന്ദകളുടെ ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധി പ്രേക്ഷിതമാകുന്ന വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ അങ്ങയുടെ നാമത്തെ എല്ലാ പരീക്ഷവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യ പ്രത്യാശവനം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ആരെല്ലാം പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ട് അവർക്ക് ഓരോരുത്തർക്ക് വേണ്ടി അയോഗ്യനായ എനിക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലം ശുദ്ധമായ വേടത്തും ഞങ്ങളുടെ വിശുദ്ധം ശരീരത്തിൽ അർപ്പിക്കുന്നു. ജീവിതകാലം ഞങ്ങളുടെ ശാന്തി സമാധാനങ്ങൾ നൽകണമെന്ന് മാത്രം കഥാർത്ഥ പിതാവായ ദൈവം ഞങ്ങളുടെ പ്രിയപുത്രനായ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവം ശിഖാവും ജീവിതായും സുവിശേഷം വഴി വിശ്വമാമതയുടെ സജീവൻ ജീവിതായും തമ്മിൽ പരിശോധന സന്താനങ്ങളും എല്ലാവർക്കും വേണ്ടി പഠിപ്പിച്ചു എല്ലാ മനുഷ്യരും പറയട്ടെ. കർത്താവിന് നാദൃശ്യമായി ശമിഷാനുഭവത്തിൽ സംസ്കാര പ്രധാനത്തിന് മഹാനുഭവിച്ചെടുക്കും പരിശുദ്ധം ജീവിതായ ദൈവമായ സന്തോഷത്തിനെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ കൃപാലിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതിൽ കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനത്തിനും മരീശ്വരയുടെ പ്രതിയാശിക്കുന്നതിന്റെ പ്രീതിത്തിൽ ആവണമെന്ന് സ്വർഗരാജ്ഞമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവങ്ങൾക്ക് വേണ്ടിയുള്ള കടമക്കനെ രക്ഷാപത്തിനെ കുറിച്ച് അങ്ങനെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിഷയത്തിന്റെ അമൂല്യമായ രക്ഷിക്കപ്പെട്ട സന്തോഷ പ്രത്യാശയോടെ ഞങ്ങൾ അംഗീകൃത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായും അങ്ങയുടെ നാമത്തിനും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനകൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കരുണയോടനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, എനിക്ക്
ഞങ്ങളായ നിയമങ്ങളെ യോഗ്യരാകുന്ന തീർത്തും യോഗ്യരാകുന്നു. എങ്കിലും സ്വർഗം പരിശുദ്ധവും ശിവദായി ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരണം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായെ നിലനിർത്താം സ്തുതി. നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകമായ സ്വർഗത്തിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നത് മരിക്കുകയില്ല, പ്രത്യുതാപാമോചനക്ഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പറ്റാതരങ്ങളോടെ സമീപിക്കാം. നാമത്തിനുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പറ്റാത്തവർക്കും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിനതങ്ങളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരസങ്ങളിൽ പങ്കുകൊള്ളാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും കാരണങ്ങളും ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപരവും ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടെ അങ്ങയുടെ എപ്പോഴും നമ്മുടെ ഹൃദയ പ്രസന്നതയും നിഷ്കളങ്കരമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേശനായ സർവേശ്വരനായ ദൈവമേ, കൃപാപൂർണ്ണ പിതാവേ, അങ്ങയുടെ കാര്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കുന്ന ദുഷ്ടാരൂപിൽ നിന്റെ സൈന്യങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ട് നാം സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകമഹാപരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഇത് പാപികളെ വിശദീകരിക്കുന്ന പരിശുദ്ധ ബലിയാകുന്നു. സ്വർഗീയ ഭക്ഷണവും ഉന്നതത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഒഴുകി വന്ന പാനീയവുമാകുന്നു. ദൈവപുത്രൻ തന്റെ കരുണയാൽ നമുക്ക് വേണ്ടി ലഭിച്ചു ചേരുന്ന തന്റെ ശരീരമാകുന്നു.
നമ്മെ ജീവിതം വിശ്വസിക്കാതെ കൃപാവരം അവിടുത്തെ കാരണത്ത് നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, മനസാക്ഷിയുടെ നരമൂല്യത്തോടും വിശുദ്ധമായ ചിന്തകളോടും കൂടെ പാപമോചനത്തിനായി കാരുണ്യപൂർവ്വം നൽകപ്പെട്ടിരിക്കുന്ന ജീവദായകമായ ഈ തിക്കട്ടെ നമുക്ക് സമീപിക്കാം. മിശിഹായുടെ ശരീരം രക്തം കടങ്ങളുടെ പ്രതിക്കും എത്തിച്ചതിനും കാരണമാകട്ടെ. ഞങ്ങൾ ഭക്ഷിച്ച ശരീരവും പാനം ചെയ്ത രക്തവും ഞങ്ങൾ ശ്രാവതി കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്നതാനുമാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ഞങ്ങളുടെ കർത്താവേ, കടങ്ങളുടെ പ്രതിക്കായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞങ്ങളുടെ കൈകളെ ശക്തമാക്കണമേ. ദൈവമായ നിനക്ക് എല്ലാ ദിവസവും സൽഫലങ്ങൾ സമർപ്പിക്കാൻ അവയെ യോഗ്യമാക്കണമേ. വിശുദ്ധ സ്ഥലത്ത് കീർത്തനം പാടിയ ഞങ്ങളുടെ അതിരങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കാൻ അർഹമാക്കണമേ. നിന്റെ സ്തുതികൾ കേട്ട കാതുകൾ ശിക്ഷാവിധിയുടെ സ്വരം കേൾക്കാതിരിക്കട്ടെ. നിന്റെ അളവറ്റ കാരുണ്യം കണ്ട കണ്ണുകൾക്ക് നിന്റെ അനുഗ്രഹദായകമായ പ്രത്യാഗമനം കാണാനിടവരട്ടെ. നിന്നെ പരിശുദ്ധനെന്ന് പാടിപ്പുകഴ്ത്തിയ നാവുകളെ സത്യം പറയാൻ സന്നദ്ധമാക്കണമേ. ദേവാലയത്തിൽ സഞ്ചരിച്ച പാദങ്ങൾക്ക് പ്രകാശത്തിന്റെ സ്ഥലത്ത് സഞ്ചരിക്കാൻ ഇടയാകട്ടെ. നിന്റെ സജീവമായ ശരീരം ഉൾക്കൊണ്ട ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നവജീവൻ പ്രദാനം ചെയ്യണമേ. നിന്നെ ആരാധിച്ച ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണമേ. നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളിൽ നിന്നും നിലനിൽക്കട്ടെ. നിനക്ക് സ്തുതികൾ സമർപ്പിക്കാൻ ആ സ്നേഹത്തിൽ ഞങ്ങൾ വളരുകയും ചെയ്യട്ടെ. ഞങ്ങളേവരുടെയും യാചനകൾക്ക് നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷ നിന്റെ സന്നിധിയിൽ സ്വീകാര്യമാവുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ള യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്വീകരിച്ച ഞങ്ങളുടെ ഉദ്ധാനത്തിന് ചാരമായി ഭവിക്കട്ടെ. നീതിമാന്മാരുടെ സ്തുതിക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായ കുർബാന വഴി ഉദ്ധാനത്തിന്റെ രഹസ്യത്തെ ഞങ്ങളെ പങ്കുകാരാക്കി തിരക്തത രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാലത്തിൽ നിന്നും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കും. സകലത്തിന്റെയും നാഥായ എന്നേക്കും. മാനവരിൽ മോദമുണർത്തിയ തിരുനാഥൻ തൻ പ്രിയമധുവ തിരുസഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഉദ്ധിത
ഈശോ മിശിഹാതൻ ശാശ്വതമായി സമാധാനം സഭയിലും അവർത്തൻ തനയരിലും നിതര ശാന്തി വിതയ്ക്കട്ടെ. വിശ്വാസത്തിൽ സ്നേഹത്തിൽ ഉത്ഥാനത്തിൽ സാക്ഷികളാ ധരയിലെങ്ങും പ്രഭവീശ നാഥൻ തൻ കൃപ ചൊരിയട്ടെ. ജീവനേഴും തിരുസ്ലീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതര തീരട്ടെ ഇപ്പോഴുമേ എപ്പോഴുമെന്നേക്കും. ഈശോമിശിഹായിലേക്കും സ്നേഹം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കരങ്ങൾ കുപ്പി ഏറ്റവും തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഉള്ളുരുകി പ്രാർത്ഥിക്കട്ടെ. ഈ ആരാധന സമയത്ത് നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നത്. ഓരോരുത്തരും തങ്ങളുടെ നിയോഗങ്ങൾ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തമ്പുരാന്റെ കൃപയുടെ മുൻപിൽ ഈ സമയം നമ്മളായിരിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ജീവിതത്തെ വിട്ടുകൊടുക്കാം. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ഒരു ഗോതമ്പപ്പത്തിന്റെ രൂപത്തിൽ സ്വയം ശൂന്യമാക്കി നമ്മുടെ മുൻപിലായിരിക്കുകയാണ്. നമ്മുടെ വേദനകൾ ഏറ്റെടുക്കുവാനായിട്ട്, നമ്മുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട്, നമ്മുടെ നൊമ്പരങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് ഈ നിമിഷം നാഥന്റെ സന്നദ്ധിയിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കട്ടെ.
എന്റെയും എന്റെ സഹോദരങ്ങളുടെയും പേപ്പർ വർക്ക് എത്രയും പെട്ടെന്ന് തടസ്സമൊന്നും കൂടാതെ നടക്കുന്നതിനും എന്റെ സഹോദരിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കൾ അനുസരണത്തിലും ദൈവത്തിന്റെ കൃപയിലും ദൈവേഷ്ടത്തിലും വളർന്നു വരുവാനും ദൈവമക്കളായിട്ട് തീരുന്നതിനും നല്ലതുപോലെ പഠിക്കുവാനും പ്രായമായ മാതാപിതാക്കന്മാരെ സമർപ്പിക്കുന്നു. അവരുടെ രോഗാവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു വിശ്വാസി. പ്രൈസ് ദി ലോർഡ്. നന്നായി പഠിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എക്സാം നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ നിമിഷം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് ആരോണും അനിറ്റും ഈ നിമിഷം ദീക്ഷമായിട്ട് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പല പ്രത്യേകമായിട്ട് പേപ്പർ വർക്കുകൾ തടസ്സപ്പെട്ടിരിക്കുന്നവരുണ്ട്. പല വിധത്തിലുള്ള പേപ്പർ വർക്കുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പ്രത്യേകിച്ചും എക്സിറ്റിന്റെ പേപ്പർ വർക്കുകൾ, മറ്റൊരിടത്ത് ജോലി ലഭിക്കുന്നതിനുള്ള പേപ്പർ വർക്കുകളൊക്കെ ആയിട്ട് പോകുന്ന മക്കളെ ഈ നിമിഷം ഞാനിത് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും നിയമക്കുരുക്കുകളിൽ പെട്ടായിരിക്കുന്നവർക്ക് ഈശോനാഥ ഒരു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം ദീക്ഷമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറുന്നതിനായി ഈശോയെ ഈ നിമിഷം ഒരു സഹോദരി പ്രാർത്ഥിക്കുന്നു. 5 വർഷമായിട്ട് ഉപേക്ഷിക്കപ്പെടുന്ന മദ്യപാനം ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. കുടുംബത്തില് സമാധാനമില്ല. ജീവിതത്തില് വിശുദ്ധി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലകളിലെ എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണിന്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടും മകന്റെ മദ്യപാനത്തിന്റെയും പുകവലയുടെയും ബന്ധനത്തിലെ അവസ്ഥകളിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടിയിട്ട് ഒരമ്മ പ്രാർത്ഥിക്കുന്നു. പല പ്രത്യേകമായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാതെ വലയുന്ന കുടുംബങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. മദ്യപാനം മൂലം, തെറ്റുധാരണകൾ മൂലം, രോഗാവസ്ഥകൾ മൂലം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനുണ്ടായ അകൽച്ച മൂലം, ജീവിത പങ്കാളികളുടെ തമ്മിലുള്ള സംശയം മൂലം, കുടുംബത്തിലുള്ള അസ്വസ്ഥതകളാൽ നിറയപ്പെട്ട് കുടുംബ ബന്ധങ്ങളെ തകർച്ചയിലായിരിക്കുന്ന കുടുംബങ്ങളെ ഈ നിമിഷം ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോനാഥ, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൂതന്മാരാ
ഭവനത്തിനും ജോലിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ജീവിത പങ്കാളികൾ ഒരുമിച്ച് ജീവിക്കുന്നതിനും ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചന്റെ രോഗപീഠകൾ മാറ്റണമേ എന്ന്, സഹോദരന് ഒരു ജോലി ലഭിക്കണമേ എന്ന്, സഹോദരിക്ക് ഒരു കുഞ്ഞിനെ നൽകുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റണമേ എന്നും, OETയുടെ എക്സാം നന്നായി പഠിച്ച് എഴുതുന്നതിനും വിജയം ലഭിക്കുന്നതിനും, സഹോദരന്റെ കടബാധ്യത മാറുന്നതിനും മദ്യപാനവും പുകവലിയും മാറുന്നതിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വരുന്ന ശനിയാഴ്ച മെയ് 28 ഞങ്ങൾ OETയുടെ എക്സാം ആണ്. ദൈവമേ, അങ്ങയുടെ വിജയത്തിന്റെ കരമായ വലതു കരം ഞങ്ങളെ താങ്ങി നിർത്തണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കോൺട്രാക്ട് ഈ മന്തിൽ റിന്യൂവ് ആകുന്നതിന് വേണ്ടിയും ഇതുവരെ റിന്യൂവ് ആയിട്ടില്ല, എത്രയും പെട്ടെന്ന് റിന്യൂവ് ആയി ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതിനും, 10ാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞിരിക്കുന്ന മകന് നല്ല റിസൾട്ട് ലഭിക്കുന്നതിനും, ഇവിടെ പഠിക്കുന്ന മകളുടെ എക്സാം നല്ല രീതിയിൽ നടക്കുന്നതിനും വേണ്ടിയിട്ട് ഈ നിമിഷം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. വളരെ പ്രത്യേകമായിട്ട് രോഗാവസ്ഥയിലെ ആശുപത്രികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്നവർ, പലയിടത്തും പകർച്ചവ്യാധികൾ മൂലം രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കള് നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ നിമിഷം എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതികർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. ഈ സമയം ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരിക്കൽ കൂടി കാര്യങ്ങൾ കൂപ്പി നമ്മളെല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ച് ജീവിതത്തിലെ പ്രയാസത്തിലൂടെ, ശാരീരിക മാനസിക അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, കുടുംബ ബന്ധങ്ങളിലെ അകൽച്ച മൂലം മാനസിക വ്യഥകൾ അനുഭവിക്കുന്നവർ, സാമ്പത്തിക പ്രതിസന്ധികളോടെ കടന്നു പോകുന്നവർ സമർപ്പിച്ചൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. മിശിഹാനാഥനെ
കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെയും പിതാവിന്റെയും പ്രാർത്ഥനകളും വിശുദ്ധ ഗീവർഗീസിന്റെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ വിശുദ്ധ അന്തോണീസിന്റെയും പ്രാർത്ഥനാ സഹായങ്ങളും വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ എഫ്രേസ്യാമയുടെയും വിശുദ്ധ മറിയം തെരേസയുടെയും വിശുദ്ധ ചാവറേശന്റെയും വിശുദ്ധ ദൈവസഹായ പിള്ളയുടെയും നിങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധന്റെയും വിശുദ്ധയുടെയും നിങ്ങളുടെ ഇടവക മധ്യസ്ഥന്റെയും മധ്യസ്ഥയുടെയും പ്രാർത്ഥനാ സഹായങ്ങളും സ്വർഗം നിങ്ങൾക്ക് സമാനമായി നൽകിയിരിക്കുന്ന കാവൽമാലാഖയുടെ സംരക്ഷണം നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. ഞങ്ങൾ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് പരസ്പരം സ്തുതിയെല്ലാം. ഈശോമിശിഹായെ സ്വീകരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.